നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾ ഉപയോഗിക്കുന്ന ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ പുതിയ ആളുകളെ എങ്ങനെയാണ് ചേർക്കാൻ സാധിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും പുതിയ അറിയിപ്പുകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡാണ് PMJAY. ഇത് 2011 ഇത് തുടങ്ങിയതെങ്കിലും 2015 ശേഷമാണ് ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും മറ്റും ഇത് കാർഡ് എടുക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഈ കാർഡിനെ കുറിച്ച് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്നാൽ 2011-12 കാലഘട്ടങ്ങളിൽ തുടങ്ങി 2017 കാലഘട്ടങ്ങൾ വരെ കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഈ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കാർഡ് പുതിയതെടുക്കാൻ ഇപ്പോൾ അവസരമില്ല. 2015 ശേഷം തന്നെ ഈ കാർഡ് പുതിയതെടുക്കാനുള്ള അവസരം ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അവസരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും അതിന് അവസരം സർക്കാർ നൽകിയിട്ടില്ല. 2015 ശേഷം കറക്റ്റായി പുതുക്കി പോകുന്ന ആളുകൾക്ക് 2019-20 കാലഘട്ടങ്ങളിലാണ് ഓരോ ആളുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് കാർഡുകൾ നൽകിയിട്ടുള്ളത്. ആധാർ അനിശ്ചിതമാക്കി ആധാർ കാർഡിലെ ഫോട്ടോയും മറ്റും നൽകി ഓരോ വ്യക്തിക്കും, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് എന്നാണ് ലഭിച്ചിട്ടത്. അതിനുശേഷം വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് ഈ കാർഡ് പല സമയങ്ങളിലായും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കാർഡ് എടുക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അന്ന് നമ്മുടെ വീട്ടിലാത്ത ആളുകൾ, അത് നമ്മുടെ ഭാര്യമാരാവാം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളാവാം, അവരെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ ഈ കാർഡിൽ ചേർക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ കാർഡ് ഉണ്ടാവണം. അല്ലാത്ത ആളുകൾക്ക് ഇതിപ്പോൾ പുതിയതെടുക്കാൻ സാധിക്കുന്നില്ല. പല വീഡിയോസിലും ഇത് പറയുന്നുണ്ട്, പുതിയതെടുക്കാൻ സാധിക്കുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും സർക്കാരിൽ നിന്നും ഇതുവരെയും അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് നമ്മൾ ഇതിൽ ആളുകൾ ചേർക്കാമെന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഈ ഒരു കാർഡുള്ള, ഈ ഒരു ആധാറിലെ ഫോട്ടോയുള്ള ലാമിനേഷൻ ചെയ്ത ഈ കാർഡുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത്, അല്ലാതെ ഇത് വെറുതെ എടുക്കാൻ സാധിക്കുന്നില്ല. അത്യാവശ്യം വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ചെന്ന് അതിൻ്റെ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡ് ആളുകളെ ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ ഈ കാർഡുള്ള ആൾ നാട്ടിലുണ്ടാവണം. അതുപോലെ തന്നെ പുതിയതായിട്ട് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ആളെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. എന്നീ കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ചേർക്കാൻ സാധിക്കും. അത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഈ കാർഡ് എടുക്കുന്ന ഓരോ ഹോസ്പിറ്റലുകളിലും ഇതിനൊരു കൗണ്ടർ ഉണ്ടാകും. ആ കൗണ്ടറിൽ നേരിട്ട് ചെന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ അവർ കാർഡ് എടുത്ത് തരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സൈറ്റിൽ നിന്നും ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഈ കാർഡ് പുതിയതെടുക്കാനുള്ള അവസരം നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ അറിയിക്കുന്നതാണ്.